അവഗണിക്കപ്പെട്ടതിൻ്റെ, പരിഹാസപാത്രമായതിൻ്റെ, വഞ്ചിക്കപ്പെട്ടതിൻ്റെ, അടിമത്വത്തിൻ്റെ, ചവിട്ടിത്താഴ്ത്തപ്പെടലിൻ്റെ, അഡിക്ഷൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, രോഗത്തിൻ്റെ, ഏകാന്തതയുടെ, അനാഥത്വത്തിൻ്റെ, നിസ്സഹായതയുടെ, പാപബന്ധനത്തിൻ്റെ, കടബാധ്യതയുടെ, ആഡംബരാസക്തികളുടെ, നിരാശയുടെ, നിർവികാരതയുടെ കൊടുങ്കാറ്റിൽ ബൈബിളിലെ ഡേവിഡ് ദ സിംഗർ, ദ ഷെപ്പേർഡ്, ദ കിങ് പറയാതെ പറഞ്ഞത്, 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ പറയാതെ പറഞ്ഞത്, വിശുദ്ധ ഫൗസ്റ്റീന ഏറ്റുപറഞ്ഞത്, പ്രത്യാശയോടെ ഇങ്ങനെയുള്ള ഏതോ ഒരു മൊമെൻറ്റിൽ ലിനിയും പറഞ്ഞു, കർത്താവെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങനെ അവൾ ആ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഓവർകം ചെയ്തു. ലിനി said with hope, Jesus, I trust in you. Jesus says, daughter, your faith has made you well. Go in peace. വിശ്വാസം അതല്ലേ എല്ലാം. ചില സ്ഥായിയായ വിശ്വാസങ്ങളുണ്ട്. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യേണ്ടത്? ചില സനാതന സത്യങ്ങളുണ്ട്, സനാതന മൂല്യങ്ങളുണ്ട്, യൂണിവേഴ്സൽ ഫാക്ട്സ് ഉണ്ട്, ജനറൽ ഫാക്ട്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ സേയിങ്സ് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവിടെ വരുന്ന വെർബിൻ്റെ ടെൻസ് മാറ്റം വരുത്തുകയില്ല. ഈ ഒരു സെൻറ്റൻസിൽ ലിനിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് സനാതനമായ ഒരു ഫെയ്ത്ത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള വെർബ് ഏതാണ്? ട്രസ്റ്റ്. ട്രസ്റ്റ് എന്നുള്ള വെർബ് ട്രസ്റ്റഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ഫോമിലേക്ക് മാറ്റേണ്ട ആവശ്യകത ഇല്ല. സോ നമ്മളിത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ലിനി ടോൾഡ് ജീസസ് ദാറ്റ് ഷീ ട്രസ്റ്റ് ഇൻ ഹിം. എന്തുകൊണ്ടാണ് ആ സെൻറ്റൻസിൽ ടോൾഡ് എന്നുള്ളത് ഉപയോഗിച്ചത്? അവിടെ ലിസണർ ആയിട്ട് ജീസസ് ഉണ്ട്. ഓക്കെ, ഷീ ഈസ് കോളിംഗ് ജീസസ്. സോ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് she believes in Jesus. So ലിനി ടോൾഡ്, ലിസണർ ഉണ്ടാകുമ്പോൾ നമ്മൾ ടോൾഡ് എന്ന റിപ്പോർട്ടിംഗ് വേർബ് വെച്ചിട്ട് ലിസണറെ അവിടെ വയ്ക്കണം. ഓക്കെ, ലിനി ടോൾഡ് ജീസസ്. ഇനി എന്തുകൊണ്ടാണ് ദാറ്റ് ഉപയോഗിച്ചത്? നമുക്കറിയാം ഈ സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഇതൊരു സെൻറ്റിമെൻ്റൽ വേർഡ്സ് ഉപയോഗിക്കുന്ന ഓ, ലാസ് അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണോ? അല്ല. ഇത് ഒരു ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണോ? ഒരു കമാൻഡോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ ആണോ? അല്ല. ഇതൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ഇതൊരു ഡിക്ലറേഷനാണ്. ഐ ട്രസ്റ്റ് ഇൻ യു എന്നുള്ളതൊരു ഡിക്ലറേഷനാണ്. സബ്ജക്റ്റ് ഐ ആദ്യം വെച്ചിട്ടുണ്ട്, ദെൻ വെർബ്, സബ്ജക്റ്റ് വെർബ് ഓർഡറിലാണ് ഈ സെൻറ്റൻസ്. സോ ഇത് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ലിങ്കർ ദാറ്റ് ആണ്. ഓക്കെ, സോ ലിനി ടോൾഡ് ജീസസ് ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ പ്ലേസ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് അവിടെ ഐ എന്നുള്ള പ്രൊനൗൺ ഷീ എന്നാക്കി മാറ്റുന്നു. ബിക്കോസ് ലിനി ഈസ് എ ഫീമെയിൽ. ഷീ. ട്രസ്റ്റ് എന്നുള്ള വെർബ് പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, അത് പാസ്റ്റ് ടെൻസിലേക്ക്, പ്രസൻറ്റ് ടെൻസ് വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നോർമൽ റൂൾ. ബട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ കാര്യം
വേർബ് ആസ് ഇറ്റ് ഈസ് യൂസ് ചെയ്യാം. ഓക്കെ, ഷീ ഹാസൻ ലോസ് ദ ട്രസ്റ്റ്. അതുകൊണ്ട് ആ വേർബിൻ്റെ പ്രസൻസ് ഫോം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് ഐ എന്നുള്ളത് മാറി ഷീ ആയിട്ടുണ്ട്. സബ്ജക്റ്റ് ഷീ ആകുമ്പോൾ സിംഗുലർ ഫോം ഉള്ള വെർബിൻ്റെ ഇതാണ് വയ്ക്കേണ്ടത്. ഓക്കെ, സോ ഷീ സിംഗുലർ ഫോം ഓഫ് ദ വേർബ് എപ്പോഴും എസ് ഉള്ള ഫോമാണ്. ഷീ ട്രസ്റ്റ് ഇൻ. യു എന്നുള്ള പ്രൊനൗൺ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. യുവിൻ്റെ ഒബ്ജക്റ്റ് ഫോം ഓക്കെ ഹിം. ഓക്കെ, തേർഡ് പേഴ്സണിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഹിം. ഇനി ക്യാപിറ്റൽ എച്ച് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് ഗോഡിനെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ യൂഷ്വലി വി പ്ലേസ് ക്യാപിറ്റൽ എച്ച്. ഫസ്റ്റ് ലെറ്റർ വിൽ ബി ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, അതുകൊണ്ടാണ്. ഓൾ റൈറ്റ്. സംടൈംസ് വി കനോട്ട് ഗോ എഹെഡ് ഇൻ ലൈഫ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ Paul the Apostle exhorts to walk by faith and not by sight. സപ്പോസ് ലിനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ ഈ വേർബ് ഫോം ട്രസ്റ്റ് എന്നുള്ള പ്രസൻറ്റൻസ് ഫോം നമുക്കവിടെ വയ്ക്കാൻ സാധിക്കുമോ? ഇല്ല. വിശ്വാസം നഷ്ടപ്പെടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞാൽ ദൈവികമായ ഒരു മറുപടിയാണ് ജീസസ് പറയുന്നത്. ഡോട്ടർ, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ, ഗോ ഇൻ പീസ്. ഈ സെൻറ്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഒന്ന് നോക്കൂ. ജീസസ് സേസ്. ഇതും ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് റൂൾസിലുള്ള ഒരു സ്പെഷ്യൽ റൂളാണ്. നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ്, മുൻപത്തെ സെൻറ്റൻസിലുള്ള റിപ്പോർട്ടിംഗ് വേർബ് സെഡ് എന്നുള്ളതായിരുന്നു. പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് സേ ആണ് അല്ലേ? ഇതേസമയം ഇവിടെ ജീസസ് സേസ് എന്നാണ്. ഓക്കെ, അത് പ്രസൻറ്റ് ടെൻസ് ഫോമാണ്, സേസ്. റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസ് ഫോമിലോ ജീസസ് വിൽ സേ എന്നായാൽ പോലും ഫ്യൂച്ചർ ടെൻസ് ഫോമിലോ ആയാൽ സേ അല്ലെങ്കിൽ അതിൻ്റെ സിംഗുലർ ഫോമാണ് സേസ്, വിൽ സേ, അങ്ങനെ ആയാൽ എന്താണ് പ്രത്യേകത? അവിടെയും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രൊനൗൺസ് ചേഞ്ച് ചെയ്യാം, ടൈം വേർഡ്സ് ചേഞ്ച് ചെയ്യാം, പ്ലേസ് വേർഡ്സ് ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ വേർബ് ആസ് ഇറ്റ് ഈസ്, വേർബ് ഫോം ആസ് ഇറ്റ് ഈസ് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കേസും കൂടി ഓർത്തിരിക്കുക. വേർബ് ഫോം ഇതിലേതാണ്? ഹാസ് മെയ്ഡ്. ഓക്കെ, സോ this can be reported in this way. Jesus calls her as daughter and says that your എന്നുള്ളത് നമുക്ക് her ആക്കാം. Her faith വേർബ് ഹാസ് മെയ്ഡ് ആണ്, അതിൽ മാറ്റം വരുത്തേണ്ട. സാധാരണഗതിയിൽ ഇപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലാണ് എന്നുണ്ടെങ്കിൽ, സെഡ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹാസ് മെയ്ഡ് ഹാഡ് മെയ്ഡ് ആക്കി പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ സെയ്സ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ വേർബ് ആസ് ഇറ്റ് ഈസ് കീപ്പ് ചെയ്യുന്നു. ഹർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് her well. He also asks her to go in peace. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗോ ഇൻ പീസ് എന്നുള്ളത് ഒരു ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇംപെറേറ്റീവ്. ഓക്കെ, ഇറ്റ്സ് ആൻ അഡ്വൈസ്, കമാൻഡ്, ഇൻസ്ട്രക്ഷൻസ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ വെർബ് ഫസ്റ്റ് ഉണ്ടായിരിക്കും. ഗോ, ഗോ ഈസ് ദ വെർബ്. അപ്പോൾ വേർബിൽ ഒന്നും ചേഞ്ചസ് വരത്തില്ല. നമ്മൾ അവിടെ ദാറ്റ് എന്നുള്ള കണക്ടറല്ല ഉപയോഗിക്കുന്നത്, ടു എന്നുള്ള കണക്ടറാണ് ഉപയോഗിക്കുന്നത്. സോ യു ക്യാൻ റിപ്പോർട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ദിസ് വേ. ഹി ആസ്ക്സ് ഹർ ടു ഗോ ഇൻ പീസ്. ഓക്കെ, ഏത് പ്രശ്നത്തിനെയും കൊടുങ്കാറ്റിലും
ദൈവികമായ പ്രത്യാശ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ആത്മാവിൻ്റെ നാശം സംഭവിക്കുകയില്ല. കുട്ടികളായ നിങ്ങൾ ഇത് ഓർത്തു വയ്ക്കുക.